ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. നേർച്ച സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ 5000 പേർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളിനോടനുബന്ധിച്ച് കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിലെ നേർച്ച സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും അരിയുന്ന തിരക്കിലാണ് ഇടവകയിലെ അമ്മമാർ. രാവിലെ മുതൽ തുടങ്ങിയ ശ്രമദാനം ഉച്ചവരെ നീണ്ടു. കുമ്പളം, ചേന, ചേമ്പ്, തക്കാളി, വഴുതന, പടവലം, ഉരുളക്കിഴങ്ങ്, മുരിങ്ങ, മത്തങ്ങ, കാബേജ്, വെള്ളരി തുടങ്ങിയവ സദ്യക്ക് മാറ്റുകൂട്ടും. എല്ലായിടത്തും പ്ലേറ്റിൽ സദ്യ നൽകുമ്പോൾ സദ്യയുടെ പഴമയും മഹത്വവും കാത്തുസൂക്ഷിച്ച് തൂഷനിലയിലാണ് ഇക്കുറിയും സദ്യ നടത്തുന്നത്. ബുധനാഴ്ച വൈകിട്ട് വിശുദ്ധന്റെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് ഇടവകയിലെ അത്ഭുത കിണറിൽ നിന്നും സദ്യയുടെ പാചകത്തിനായി തീർത്ഥം ശേഖരിച്ച് പ്രത്യേകം നിയോഗിച്ചിട്ടുള്ളവർ പ്രദക്ഷിണത്തോടെ പള്ളിയിൽ കൊണ്ടുവരികയും പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിക്ഷേപിച്ചാണ് കലവറയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ അറിയിച്ചു. സെന്റ് ജോസഫ് നോർത്ത് കുമ്പളങ്ങി ഇടവകയുടെ ആശംസകൾ. 1932 മാർച്ച് 19-ാം തീയതി ആരംഭിച്ച വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നേർച്ചസദ്യ തിരുനാൾ 94 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഈ വർഷത്തെ തിരുനാളിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുനാളനുബന്ധിച്ച് ഏകദേശം 5000-നടുത്ത ആളുകൾക്ക് നേർച്ചസദ്യ നൽകുകയും വളരെ സവിശേഷമായി ഈ വർഷവും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന നേർച്ചയും ഷാളിന് നേർച്ചയും നടത്തപ്പെടുന്നു. ഇത് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട അത്ഭുത കിണറാണ്. ഈ കിണറ്റിലെ നിന്നാണ് ഒരുപാട് മനുഷ്യർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ അത്ഭുത കിണറിൽ വരികയും പ്രാർത്ഥനയോടെ ജലം പാനം ചെയ്യുകയും ചെയ്ത് രോഗസൗഖ്യങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ ഇടവയ്ക്ക് ചുറ്റും, ഈ നാടിന് ചുറ്റും, കേരളത്തിൽ മുഴുവനും ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ഈ നേർച്ചസദ്യ തിരുനാളിനനുബന്ധിച്ച് നടത്തപ്പെടുന്ന എല്ലാ നേർച്ചകളിലും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും പ്രതീക്ഷയോടുകൂടിയുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കർമ്മത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് ചെറിയ ശിശുക്കളായ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും രോഗസൗഖ്യം ഉണ്ടാവട്ടെ. നാനാജാതി മതസ്ഥരായ എല്ലാവരെയും രൂപതയുടെ പേരിലും ഇടവകയുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ സമാപന ദിവസമായി 22-ന് വൈകിട്ട് 4 മണിക്ക് കൊച്ചി മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പലിന് സ്വീകരണവും തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലിയും ഉണ്ടാകും. തുടർന്ന് ഇടവക അതിർത്തി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.